അഷ്ടമുടി കായലിന്റെ ഒത്ത നടുക്കുന്ന നല്ല ഉപ്പും മുളകൊക്കെ ഉള്ള പൈനാപ്പിൾ കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അടിപൊളിയാണല്ലേ? പ്ലീസ് ഞാൻ പറയുന്നില്ല, ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എന്നാ പോയാലോ? അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ബോട്ട് സർവീസ് അവൈലബിൾ ആണ്. ബോട്ട് സർവീസിന് 150 റുപ്പീസ് ആണ് ചാർജ് വരുന്നത്. ഈ ബോട്ട് പോകുമ്പോഴുള്ള വ്യൂ ഉണ്ടല്ലോ, അടിപൊളിയാട്ടോ. സ്കൈയും താഴെ വാട്ടറും, എൻ്റെ അമ്മേ. അങ്ങനെതാ നമ്മൾ അവിടെ എത്തി. വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കൂളായിട്ടോ. നമ്മൾ മുട്ടിൻ്റെ അത്രയും വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് ഏജാർക്കും എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ കുറേ പേരുണ്ടായിരുന്നു. 9 to 5:30 ആണ് ടൈമിംഗ് വരുന്നത്. എല്ലാവരും പിക്ക് എടുക്കണ തിരക്കിലായിരുന്നു കേട്ടോ. എങ്ങനെ പിക്ക് എടുക്കാതിരിക്കുക? അത്രയ്ക്ക് അടിപൊളിയല്ലേ വ്യൂ. പിന്നെ ഞാനും ഒന്നും നോക്കിയില്ല, പിക്കും വീഡിയോ ഒരു തിരക്കായി. അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അവിടെ കുറേ ചേച്ചിമാര് വെള്ളത്തിൽ നിന്ന് ഫുഡ് ഐറ്റംസ് വെക്കുന്നത് കണ്ടത്. നല്ല ഉപ്പും മുളകും തേച്ച പൈനാപ്പിളും മാങ്ങയും കൂടാതെ കപ്പയും അവിടെ നിന്ന് തന്നെ കിട്ടുന്ന കക്കിയിറച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും കൂടി പോയി ഇതൊക്കെ ട്രൈ ചെയ്തു. അവിടെ നിന്ന് കഴിച്ചുകൊണ്ടാണോന്നും അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കായലിലൂടെ തോണിയിൽ പോകാൻ പറ്റുമെന്ന് അറിയണത്. ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് വരുന്നത്. 20 മിനിറ്റ് വരുന്ന ഈ യാത്രയിൽ 3 ഐലൻഡ് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ കൊല്ലം ജില്ലയിൽ വരുവാണെങ്കിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടാണിത്. ഇപ്പം നിങ്ങൾക്ക് സ്പോട്ട് മനസ്സിലായി കാണും അല്ലേ? ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക് ചെയ്യണേ, പോയവർ കമൻറ്റും.